ഈ രേണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലേ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പേർക്കേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് ഫുള്ള് സപ്പോർട്ട്. ചേച്ചി ഇങ്ങനെ തന്നെ പോകണം, രേണു ഇങ്ങനെ തന്നെ പോകണം, രേണു കരഞ്ഞ മൂലക്ക് ഇരിക്കേണ്ടവളല്ല. പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്ന് ചീത്തയായിരിക്കും. ഞാൻ ആദ്യം ഒന്നും റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാണുന്നതിന് ഞാൻ കൊടുക്കും. കാരണം ഇവരോർക്കണം ഞാനിതൊന്നും വായിക്കുന്നില്ല. അന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത വാക്കുകളൊന്നും കൊടുക്കത്തില്ല, മാന്യം മര്യാദയ്ക്ക് തന്നെ അവർക്കുള്ള ആൻസർ കൊടുക്കും. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ച്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മര്യാദയ്ക്ക് നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ സോറി ചേച്ചി എന്നാൽ ഡിലീറ്റ് ആയിരിക്കുന്നത്. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. ഏതവൻ ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടു. കാരണം ഞാൻ റിപ്ലൈ കൊടുത്ത്, പബ്ലിക്കായിട്ട് ഞാൻ അവന് പിൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്ത് നിനക്കിട്ടുള്ളത്. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിനുള്ള വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ ഇതിനുള്ള ഉത്തരം മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് അല്ലെ പോട്ടെ, മരിച്ചുപോയൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ഒരു വൃത്തികെട്ട രീതിയിൽ അത് എന്നെപ്പറ്റിയും അദ്ദേഹത്തെ പറ്റിയും എഴുതിയപ്പോൾ ഒന്നും ഞാൻ ഇതിനകത്തൊന്നും ഉത്തരം പറഞ്ഞു. നീ നിയമത്തിന് മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ മെസ്സേജ് പബ്ലിക്കായിട്ട് അവൻ സോറി ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് എല്ലാം ഡിലീറ്റ് ആക്കിപ്പോയി. പബ്ലിക്കായിട്ടുള്ള കമൻറ്റ് ഡിലീറ്റ് ആക്കിപ്പോയി. അങ്ങനെ ഈ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷവും കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ സ്നേഹം, സുധിച്ചേട്ടനോടുള്ള സ്നേഹം അല്ലെങ്കിൽ രേണുവിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും ആളുകൾ അതിനകത്ത് കാണുന്നത് നിങ്ങളിതിനെ കച്ചവടവൽക്കരിക്കണു, നിങ്ങളിത് വിറ്റ് പണമാക്കണു, ഇത് മോണിറ്ററി ബെനിഫിറ്റ് ആക്കണു എന്നൊക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കാണിക്കാൻ പറ്റണു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ആളുകൾ മനസ്സിലാക്കണില്ലല്ലോ എന്ന് തോന്നിയിട്ട് ആ സമയത്ത് ശരിക്കും വിഷമം ഫീൽ ചെയ്തിരുന്നോ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആളുകൾക്ക് പല ചിന്താഗതിയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഓരോരുത്തർ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എന്താ ഇപ്പം വിഷ്ണു ചിന്തിക്കുന്ന വിഷ്ണുവിനെ അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ രണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്താ നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോ ചിന്തകളും ഓരോ കാര്യങ്ങളുമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്ന പോലെ കച്ചവടവൽക്കരിക്കുകയോ ഒന്നും അല്ലായിരുന്നു ആരും. എല്ലാവരും സുധിച്ചേട്ടൻ അത്ര ഒരു സാധു മനുഷ്യനും ഒരു പാവത്താനുമായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. എൻ്റെ ഹസ്ബൻഡായിട്ട് പറയല്ല, അടുത്തറിയാവുന്നവർ എല്ലാവർക്കും അറിയാമായിരുന്നു. സഹപ്രവർത്തകരാണേലും അവരവരുടെ സ്നേഹം കാണിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കച്ചവടമോ ഒന്നുമില്ലായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും സ്നേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നല്ലൊരു, നമുക്കല്ല സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീട്. ഇനി നമുക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ കമന്റ് ഇവൾക്ക് വീട് കിട്ടി, എൻ്റെ പേരിലല്ല വീട്. 110 പ്രാവശ്യം ഞാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു കമന്റെങ്കിലും കാണും, ഇവളുടെ വീടാണ്, ഇവൾ ആ പിള്ളേരെ അടിച്ചിറക്കും. ഇതൊക്കെയാണ് പറയുന്നത്. എൻ്റെ വീടല്ല ഇത്, സുധിച്ചേട്ടൻ്റെ മക്കളുടെ വീടാണ്. കുഞ്ഞു കൊച്ചിന് ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. മൂത്ത മോൻ ഇപ്പം പഠിക്കാൻ പോയപ്പോഴാണ് അവൻ കൊല്ലത്ത്, അവധിക്ക് വരും. ക്രിസ്മസിന് വന്നായിരുന്നു. കുഞ്ഞിനെ കാണണമെന്ന് എപ്പം തോന്നിയാലും അവൻ ഓടി വരും. അമ്മ ഞാൻ ഇന്ന് വീട്ടിലോട്ട് വരുവാണെങ്കിൽ കൊച്ചിനെ കാണണം. അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്, ഫ്ലവേഴ്സാണ് അവനെ പഠിപ്പിക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. VFSC ആനിമേഷൻ പഠിക്കും അവൻ കൊല്ലത്ത്, അറേന കോളേജ്. അപ്പം അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത്. അതിനും കമൻസ് വരും, അവനെ അടിച്ചിറക്കി. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറവുണ്ടെന്ന് തോന്നുന്നു കമന്റിലൊക്കെ. അപ്പം എൻ്റെ വീടല്ല, ഇപ്പോഴും പറയാണ് ഇത് എൻ്റെ വീടല്ല, ഇത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ്. ഞാൻ അവരുടെ അമ്മയോട് ഇവിടെ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ രേണുവിൻ്റെതായിട്ടുള്ളൊരു ജീവിതം, രേണുവിൻ്റെതായിട്ടുള്ള സമ്പാദ്യം, രേണുവിൻ്റെതായിട്ടുള്ള സമയം, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണ്ടേ? എൻ്റെതായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനും മക്കളും നമ്മുടെ ഫാമിലി ആയിരുന്നല്ലോ നമുക്ക് ഇത്രയും നാളും. അതായിരുന്നു ലോകം. പിന്നെ അല്ലാതെ നമുക്ക് വലിയ ലോകങ്ങളൊന്നുമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനുള്ള സമയത്ത്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോട് ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നല്ലോ. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെങ്കിലും അറിയുന്നത് തന്നെ. അതിനകത്ത് എന്താ പറയാ, സുധിച്ചേട്ടൻ ഉള്ള പോലെ തന്നെ എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി, മക്കളെ നോക്കി ജീവിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ. പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട്. ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക, അത്രയുള്ള ആഗ്രഹം. നാളത്തെ പറ്റി എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലല്ലേ, അപ്പൊ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഈ സുധിച്ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്തായിരുന്നു? അല്ലെങ്കിൽ അധികം ആളുകളിൽ കാണാത്ത, എപ്പോഴും രേണു ഓർത്തിരിക്കുന്ന, സുധിച്ചേട്ടൻ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ക്വാളിറ്റി എന്താ? ഭയങ്കര സിമ്പിളായിരുന്നു ആള്. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇപ്പം
പുള്ളിക്ക് പെട്രോൾ ഇപ്പം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നടന്നു പോകുമായിരുന്നു കവലയ്ക്ക്. ഞങ്ങൾ അവിടെ പണ്ട് താമസം കൊടുത്ത് കവലയ്ക്ക് നടന്നു പോയി സാധനം മേടിച്ചോണ്ട് ഇപ്പം അവിടെ നിൽക്കുന്ന പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞ് എന്ന് വിളിക്കുക, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി അതെല്ലാവരും പറയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു അച്ഛനായിരുന്നു. പിള്ളേർക്കാണേലും എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ കൂടെ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു. പിന്നെ ഒരു ചില സമയം അച്ഛനായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു ചേട്ടൻ. ഭയങ്കര ഒരു എന്താ പറയാ, മറ്റാരിലും കാണാത്തൊരിതാണ് ഏട്ടൻ്റെ ഒരു സ്വഭാവം. എനിക്കൊരു 5-6 വർഷത്തെ പരിചയമുള്ളൂ, ദാമ്പത്യ ബന്ധമേ ഉള്ളൂ. ഞാൻ 6 വർഷം ഉണ്ടായിരുന്നു. 6 വർഷം കൂടെ. കറക്റ്റ് 6ാമത്തെ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി മെയ് 7-ാം തീയതി. അപ്പം അന്ന് ചേട്ടനും മറന്നുപോയി, ഞാനും മറന്നുപോയി. ലാസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി മെയ് 7. ചേട്ടൻ വെളുപ്പിന് ഷൂട്ടിന് പോയി, റിഹേഴ്സലിന് പോയി, കിച്ചുവായിട്ട് പോയി. കിച്ചുവായിരുന്നു വണ്ടി ഓടിക്കുന്നത്. അവനുമായിട്ട് പോയി. ഇപ്പം ഞാൻ കോൾ ചെയ്ത് പിന്നെ അറിഞ്ഞു 7 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സുചേട്ടാ ഇന്നത്തെ പ്രത്യേകത വല്ല ഓർമ്മയുണ്ടോ? വാവക്കുട്ട എന്ത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഒരൊറ്റ കരച്ചിൽ സുചേട്ടൻ. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത്, നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കല്ലോ. അപ്പം ഇങ്ങോട്ട് എന്നോട് പറയാം, ഞാൻ മറന്നു പോയതാവട്ടെ, വെളുപ്പിനെങ്കിൽ ഷൂട്ടിന് വന്നതല്ലേ, റിഹേഴ്സലിന് വന്നതല്ലേ, അപ്പം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാറ്. പക്ഷെ അത് വന്നില്ല, ഇടയായില്ല. മെയ് 7-ന് വെഡിങ് ആനിവേഴ്സറി, ജൂൺ 5-ന് ഏട്ടൻ ലോകം വിട്ടുപോയി. ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു സത്യം പറഞ്ഞാൽ ഏകദേശം ഇതുപോലുള്ളൊരു വീട്. ഇതുപോലെ എന്നല്ല, ആൾക്കൊരു ചെറിയ വീട്, ഭയങ്കര ഒരു കൊച്ചു വീട്. ഇത്രയും വീട് നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എന്തായാലും ഒരു വീട് വെക്കുമ്പോൾ ഒരു ചെറിയ വീട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നവും. പക്ഷെ അതിലപ്പുറം ഒരു വീട് ഇപ്പം അദ്ദേഹം പോയെങ്കിലും തന്നു. അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട്, അദ്ദേഹത്തിൻ്റെയാണ് ഈ വീട്. എന്നും അദ്ദേഹത്തിന്റെ സ്ഥാനം അലങ്കരിക്കാൻ ഇവിടെ വേറെ ആരും, ആ സ്ഥാനത്ത് ആരും ഉണ്ടാവത്തില്ല ഈ വീട്ടിലുണ്ടാവത്തില്ല. സുധിലയം എന്ന് പേരിടാൻ എത്ര സമയം എടുത്തു? സുധിലയം അവർ തന്നെയാണ് ഈ വീട് വെച്ച് തന്നത്. ഇതിപ്പം ഈ വീടിന്റെ കഥയെന്ന് വെച്ചാൽ, നമുക്ക് വീടില്ലായിരുന്നു. നമ്മൾ വീടിന് കൊറോണ ടൈമിൽ അഡ്വാൻസ് കൊടുത്തിട്ട് അതൊക്കെ പോയി. പിന്നെ കൊറോണ സമയത്തായപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര പ്രശ്നങ്ങളും കാര്യം, സുചേട്ടനും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് പിന്നെയാണ് പെട്ടെന്ന് സുചേട്ടൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്ന് പച്ച പിടിച്ച് വരാൻ തുടങ്ങിയപ്പോഴാണ് മരണം കൊണ്ടുപോയത്. പിന്നെ വീടില്ലാത്ത അവസ്ഥ. ഞാനും കിച്ചു, എനിക്കും അതാണ്. സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കിച്ചു ഒരു ദിവസം കഴിഞ്ഞ അമ്മയെ നമുക്ക്, അവൻ്റെ ചിന്ത അതായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു, അയ്യോ വീടില്ല നമുക്കിനി, ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും അമ്മേനെ നോക്കും എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അവൻ അറിയില്ലല്ലോ ഇങ്ങനെ. അപ്പം പെട്ടെന്ന് ഫ്ലവേഴ്സ് പറഞ്ഞാൽ ഞങ്ങളുണ്ട്. കാരണം പറയേണ്ടതല്ല, അവരാണ് ഞങ്ങളുടെ കുടുംബം. സുചേട്ടൻ്റെ ഫാമിലി ആയിരുന്നു ഫ്ലവേഴ്സ്. ശ്രീകണ്ഠൻ സാറായാലും ഗോകുല സാറായാലും അനൂപേട്ടനായാലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ലക്ഷ്മി ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു അവർ കേട്ടോ. അപ്പോൾ അവരുണ്ടെന്നുള്ളൊരു കരുത്ത് നമുക്ക് തന്നപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ധൈര്യമായി. അപ്പോഴാണ് KHDC എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ഞങ്ങൾ വീട് കൊടുക്കാം, ഫിറോസിക്കാട് നേതൃത്വത്തിൽ. അപ്പം സ്ഥലമില്ല. സ്ഥലം അപ്പം തൊട്ടടുത്താണ് തിരുമേനി, അമ്പലവേലിയിൽ എന്ന് പറയുന്ന തിരുമേനി നോബൽ ഫിലിപ്പ് അമ്പലവേലിയിൽ. അദ്ദേഹമാണ് 7 സെന്റ് സ്ഥലം പിള്ളേരുടെ പേരിൽ എഴുതി കൊടുക്കുകയും അതുപോലെ വീട് ഇത്രയും മനോഹരമായുള്ള ഒരു വീട് തരികയും ചെയ്തു. അപ്പം അതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും അധ്വാനം, ആ സംഘടന എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. ഫ്ലവേഴ്സ്, 24, KHDC, അതുപോലെ തിരുമേനി, എല്ലാവരും ആ സംഘടന കൂടെ, സഹപ്രവർത്തകർ, ഒരുപാട് പേര് പറയാത്തവർ, ഒരുപാട് പേരുടെ അധ്വാനവും കാര്യങ്ങളുമാണ് ഈ ഒരു മനോഹരമായി സുധിച്ചേട്ടൻ്റെ ഈ വീട്. അപ്പോൾ സുധിലയം എന്നുള്ള പേര് അവർ തന്നെയാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചത്. സുധിലയം ഇട്ടോട്ടെ, നല്ല പേരല്ല. അപ്പം ഞാൻ എന്തുണ്ടായാലും ഞാൻ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാറില്ല. മൂത്ത മോനുണ്ട്, കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അവനറിയില്ല. മൂത്ത മോനോട് ഞാൻ ചോദിച്ചു, കിച്ചനോട് ചോദിച്ചു, കിച്ചു എങ്ങനെയാ അമ്മ നല്ല പേരല്ലേ ഇട്ടോളം പറയാം. അങ്ങനെയാണ് ഈ പേരിട്ടത്. ഈ കോവിഡിന്റെ സമയത്ത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയത്. ആ സമയത്ത് പക്ഷെ ക്രിയേറ്റീവായിട്ട് അദ്ദേഹം വെബ് സീരീസുകൾ ചാനലൊക്കെ തുടങ്ങി ഒരു 4-5 ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ്. അപ്പം ഈ കോവിഡിന്റെ സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് കടന്നുപോയിട്ടുണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ ഭയങ്കര ഭീകരമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്തായിരുന്നു ആ സമയത്തെ അവസ്ഥ? അതിപ്പം നമുക്ക് മാത്രമല്ല, എല്ലാ കലാകാരന്മാരുടെ ഫാമിലിയും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കാലമാണ് കോവിഡ് സമയം. അപ്പോൾ ആ സമയത്തും നമ്മൾ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇതായി കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് തുടങ്ങുന്നത്.
അപ്പോഴും കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി എല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു സൂചിച്ചേട്ടൻ്റെ കൂടെ. സൂചിച്ചേട്ടൻ തളർന്നു പോകുന്ന ഒരു ഇതായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, സൂചിച്ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, നമുക്ക് മുന്നോട്ട് പോകാന്നേ. ആ ഒരു ധൈര്യം ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം അന്നും ഇപ്പം സുധിച്ചേട്ടൻ പോയി കഴിഞ്ഞുള്ള ധൈര്യമല്ല, എനിക്ക് അന്നും ഒരു ധൈര്യം ഞാൻ സൂചിച്ചേട്ടനെ കൊടുക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഞാനാണ് പറയുന്നത്, സൂചിച്ചേട്ടാ വിഷമിക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറയാൻ പറ്റാത്തവരും പറഞ്ഞവരും ഒരുപാട് പേര് ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് നേരിട്ട് വന്നും അല്ലാതെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു നമ്മളെ. അങ്ങനെ ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു അന്നും സൂചിച്ചേട്ടനെ സ്നേഹിക്കുന്നവരുടെ. സുചേട്ടൻ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിച്ചിരുന്നത്? ദേഷ്യം വരും, എപ്പോഴും ഒന്നും വരാത്തൊരു സ്വഭാവമാണ്. വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും പാറ്റേൺ പറഞ്ഞനുസരിക്കാത്ത കൊണ്ടൊക്കെ ആയിരിക്കും, വേറെ ഒന്നും അല്ല. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് വഴക്ക് പിടിക്കാറുള്ളത് ഞങ്ങൾ സാധാരണ. അതല്ലാതെ വേറെ ദേഷ്യമൊന്നും വിട്ട് ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്കത്തില്ല. അപ്പം അതിൻ്റെ ദേഷ്യമൊക്കെ പുള്ളി കാണിക്കുമായിരുന്നു. ആഹാരം കഴിക്കാൻ നിനക്ക് വല്ല അസുഖം വരുമോ, അങ്ങനെ ഇങ്ങനെ വാക്കോട്ടെ, അങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു നന്നായിട്ട്. രേണുവിന് ശരിക്കും വളരെ പ്രായം കുറവായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. ഞാനും സുധിച്ചേട്ടൻ പ്രായം കുറവൊന്നുമില്ല. സുധിച്ചേട്ടൻ ഞാനൊരു 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ട്. 15 വയസ്സ്. അപ്പൊ സാധാരണ 15 വയസ്സ് ഡിഫറൻസ് ഉള്ള ആളുകൾക്ക് തമ്മിലൊരു ഇഷ്ടങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആഗ്രഹങ്ങൾ തമ്മിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു 10 വർഷമൊക്കെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഒരു ട്രെൻഡ് എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം. ഞാൻ ജനിച്ച വർഷമാണ് സുധിച്ചേട്ടൻ SSLC എഴുതുന്നത്. ആ ചേട്ടൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, SSLC എഴുതി നിൽക്കുന്ന സമയത്താണ് ഞാൻ ജനിച്ചത്. നിങ്ങളുടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ഒന്നുമില്ല, കാരണം സുധിച്ചേട്ടൻ കുഞ്ഞു പിള്ളേരെ പോലാണ്. സുധിച്ചേട്ടൻ എന്നെക്കാളും ചെറിയ പോലെയാണ് ബിഹേവ് ചെയ്തത്. കൊച്ചുങ്ങളുമായിട്ടാണ് കളിയും ചിരിയും. വീട്ടിലുള്ള സമയത്ത് എപ്പോഴും അടുക്കളയിൽ ഓരോ പുതിയ പാചക പരീക്ഷണങ്ങളെ, അതുപോലെ പിള്ളേരുമായിട്ട് കളി ചിരി അങ്ങനെയൊക്കെയാണ്. ഷൂട്ടില്ലാത്തപ്പോഴത്തേന് വീട്ടിൽ തന്നെയാണ്, വേറെ എങ്ങും പോകത്തില്ല. കടയിൽ പോകും, സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഈ സ്റ്റാർ മാജിക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങളായിരുന്നു. അതെ, ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റാർ മാജിക്, അതായത് ടമാർ പടാർ വരുന്നത്. ഞാൻ സുചേട്ടന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ്, ആ വർഷമാണ് ടമാർ പടാർ ആദ്യത്തെ. സുചേട്ടനാണ് ആദ്യമായിട്ട് ആ വേദിയിൽ കാല് കുത്തുന്നത്. ഒരു ജാക്ക് സ്പാരോ ആയിട്ട്. അത് ആദ്യത്തെ 1ാമത്തെ എപ്പിസോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. സുചേട്ടനാണ് ആദ്യം വേദിയിൽ കാല് കുത്തുന്നത് ഒരു ക്യാരക്ടർ വേഷമായിട്ട്. ടമാർ പടാർ കഴിഞ്ഞ് സ്റ്റാർ മാജിക് കഴിഞ്ഞ് പകുതിയായപ്പോഴല്ലേ ചേട്ടൻ ഈ സ്റ്റാർ മാജിക്കിലേക്ക് വന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടല്ലോ. ലക്ഷ്മി നക്ഷത്ര, ബിനു അടിമാലി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം ഈ സ്റ്റാർ മാജിക് ഫാമിലിയുടെ ഇപ്പോഴും അവർ വേറെ ചാനലുമായിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എപ്പിസോഡ്സ് ഒക്കെ ഇപ്പൊ കാണുക പണ്ടത്തെ പോലെ എളുപ്പമാണോ യൂട്യൂബില്? ഞാൻ കാണുമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ അധികം അത് കാണാറില്ല. പക്ഷെ കാരണം നമ്മുടെ എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ, വിഷമമാണ്, സങ്കടം ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. ഞാനങ്ങനെ കാണാറില്ല, അത് വിഷമമാണ്. ഞാൻ ഇപ്പോൾ പോലും യൂട്യൂബിനകത്ത് സുധിച്ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടത്തേ ഉള്ളൂ. കാരണം അത് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു, സുധിച്ചേട്ടനോട് തന്നെ ഞാൻ സംസാരിക്കാതെ, ചേട്ടാ ഈ മരിച്ചു പോയ സിനിമാക്കാരുടെയൊക്കെ ആൾക്കാർക്ക് എന്ത് ഭാഗ്യം, അവർക്ക് ഇരുന്ന് TV കാണാമല്ലോ, അവരെ കാണാം, ഭർത്താവിനെ കാണാം. ഇപ്പം മണിച്ചേട്ടനെ സംബന്ധിച്ച് മണിച്ചേട്ടൻ പോയപ്പം വൈഫിനെ കാണാമല്ലോ എന്നൊക്കെ ഞാൻ അന്ന് പറയുമായിരുന്നു. പക്ഷേ നമ്മുടെ ലൈഫിൽ ആ അനുഭവം വന്നപ്പോൾ മനസ്സിലായി, പറ്റത്തില്ല, താങ്ങാൻ പറ്റത്തില്ല. കാരണം ജീവനോടുള്ളപ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് സുധിച്ചേട്ടൻ ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം പുള്ളി വരുമെന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കണ്ട നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. സ്വപ്നത്തിൽ വരും അല്ലെങ്കിൽ ഉള്ളിൽ വരുമെന്നല്ലാതെ ഉള്ളിൽ നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, അതുപോലെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഇവിടെ അടുത്ത് നിൽക്കുന്നു, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്കായിരിക്കും മരിച്ചത്, എനിക്ക് മരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതെന്റെ ഉള്ളിലാ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പം അതല്ലാതെ യാഥാർത്ഥ്യം എന്താണ്, യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇതാണ്ട് TV കണ്ടു, പക്ഷെ ഇനി വരത്തില്ല. അപ്പം നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കാണാറില്ല സൂചിച്ചേട്ടൻ. ഇവിടെ വീട്ടിൽ അഥവാ വെച്ചാൽ ഞാൻ വഴക്ക് പിടിച്ച് നിർത്തിക്കും. പപ്പ അമ്മ വല്ല സൂചിച്ചേട്ടൻ്റെ ചാനൽ വെച്ചാൽ അന്നേരം നിർത്തിക്കും. എനിക്ക് പറ്റത്തില്ല കാണാൻ, ഒന്നും ഞാൻ കാണാറില്ല. ഈ ഫോട്ടോയിൽ തന്നെ മാല ഇടാൻ കാരണം എന്താണെന്നറിയാമോ? അപ്പം ആദ്യം പറഞ്ഞ മാല ഇടണ്ടെന്ന്, ചേച്ചിയുടെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ്റെ ഭയങ്കര അളിയാന്നായിരുന്നു അവർ വിളിക്കുന്നത്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് കൊണ്ടുപോകുന്നത്. ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചല്ലേ കഴിഞ്ഞു. അപ്പം അതുപോലെ ഒത്തൊരുമിച്ച് കഴിഞ്ഞ സമയം സുധിച്ചേട്ടൻ ആകെയുള്ളൊരു ചേട്ടാപ്പി എന്നാണ് വിളിക്കുന്നത്. ചേട്ടാപ്പിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരെ സുധിച്ചേട്ടനാണ്. രണ്ടുപേരും അളിയാന്ന് വിളിച്ചോണ്ടിരുന്നത്, മക്കളും അളിയാന്നാണ് വിളിക്കുന്നത് ചേട്ടാപ്പിനെ. അപ്പം അങ്ങനെ ആയപ്പോൾ
ചേട്ടാപ്പി എന്നോട് രേണു മാല ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് ചേട്ടാപ്പി മാല ഇടണം. കാരണം മാല ഇട്ടില്ലെങ്കിൽ എൻ്റെ വിചാരം ഇപ്പം ഈ ടി വിയുടെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും വരും എന്നുള്ള ആ ഒരു അത് പറ്റത്തില്ല അംഗീകരിക്കാൻ. അതുകൊണ്ട് മാല ഇട്ടതാണ്. അതുകൊണ്ടാണ് ഞാനും കിച്ചുവിനോട് പറഞ്ഞത്, കിച്ചു ഞാനും കൂടാണ് ഞങ്ങളെല്ലാവരും പോയാണ് മാല മേടിച്ചതും ചേട്ടനിട്ടതും. അങ്ങനെ കാരണം എന്തിനാ വെറുതെ നമ്മൾ വിഷമിക്കും. എന്നാലും ഉള്ളിൽ ജീവനോടുണ്ട് പുള്ളി, ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യം തിരിച്ചറിയണമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റേത്. ഏകദേശം ആർക്കും പിടികിട്ടത്തില്ല. ഈ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത്, ഈ ഭർത്താവില്ലാതെ പോകുന്ന ഒരാൾ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാബു ആയിട്ടുള്ള കാര്യമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഈ ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയെങ്കിലും പോകുമ്പോൾ. മറ്റുള്ളവർ ഓടിക്കത്തില്ല കുളിക്കാതെ നനയ്ക്കാൻ നടന്ന, പറപ്പിക്കത്തില്ല നമ്മളെ. അതെ അതെ അതെ. അല്ലെ പിന്നെ വല്ല മാനസിക അസുഖമാകണം എനിക്ക്. എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് വല്ല മാനസികമായിട്ട് ഞാനിങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ ഒരുങ്ങാതെ ഒക്കെ നടക്കണം, അതെനിക്ക് പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ചെയ്യാനാണോ, അതോ സുധിച്ചേട്ടന് ഇഷ്ടം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്, അത് ഞാൻ അങ്ങനെ ചെയ്യാം? ആദ്യ സമയത്തൊക്കെ ഞാൻ അങ്ങനെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടം. സുധിച്ചേട്ടൻ എപ്പോഴും ഞാനൊരു പൊട്ട് തൊടാതെ പോയാൽ, സപ്പോസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പൊട്ട് തൊടാതെ ഞാൻ ചിലപ്പോൾ ആ പൊട്ടൊന്നും തൊടാതൊക്കെ പുള്ളിയുടെ കൂടെ പോകുമ്പോഴത്തേനും ആ കൂട്ടേട്ടടി പൊട്ട് തൊടാതെ പോയി പൊട്ട് തൊടടി, അങ്ങനെ ഒരു സംസാരമുണ്ട് പുള്ളി. അത് കിച്ചുവിന് പറയാം, ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. ചേട്ടനെ ഉറക്കെ പറഞ്ഞത് അവളോട് പറ പൊട്ടിടും, അവൾ എന്തുവാ പൊട്ടൊന്നും തൊടാതെ അതൊക്കെയായിട്ട് വരുന്നത്. അപ്പം ആദ്യത്തെ ഒക്കെ സമയത്ത്. പക്ഷെ ഇപ്പം ഇല്ലേ, ഇപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് കിട്ടിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി തന്നെ നടക്കുന്നത്. പിന്നെ അത് നമുക്ക് ഒരുങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റും കൂടെ അല്ലേ. നമുക്ക് ഒരുങ്ങേണ്ട സ്ഥാനത്ത് ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ കുളിക്കാതെ നനയ്ക്കാതെയൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? അത് ഇപ്പം വെള്ള സാരി ഇടുന്നത് അതൊക്കെ പഴയ കാലമല്ലേ. അല്ലേ പിന്നെ സതി അനുഷ്ഠിക്കണമെന്നും ഇവർ പറയാൻ തന്നെ പറയുന്നവരും ഉണ്ട് കേട്ടോ, സതി അനുഷ്ഠിക്കണമെന്ന്. ഇനി അതിൻ്റെ കൂടെ ഒരു കുറവ് കൂടെ ഉള്ളൂ. അതാണിപ്പോൾ എന്നാ ചെയ്യാൻ. നമ്മുടെ എന്താ പറയുക, നമ്മളുടെ ലൈഫിൽ ആരുടെ ലൈഫിൽ സംഭവിക്കാമെന്നായത് ഇല്ലേ. പക്ഷെ ആർക്കും ഇത് സംഭവിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ അനുഭവിച്ചത് സത്യമാണ്. അനുഭവിച്ച സത്യം കൊണ്ട് പറയാണ്, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറെ പോകരുത്. അത് വളരെ എന്താ പറയുക, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവസ്ഥ അതിലൂടെ കടന്നു പോയവർക്ക് മാത്രം ഞാൻ പറയുന്നത് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല. ഈ ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ, നീ ഒരു വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ ഉപദേശിക്കുന്നവരുടെ അടുത്ത് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹവുമായിട്ട് എൻ്റെ ജീവിതം അവസാനം വരെ വലിയ പ്രണയത്തിലാണ് എന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം പറ്റുന്നുണ്ടോ? ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ രണ്ട് ചിന്താഗതിക്കാരാണ്. നീ വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്. ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി. പക്ഷെ കൂടുതലും പേര് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജാണ് പേഴ്സണൽ PM വന്നിട്ട്, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയില്ല. ഞാനൊന്നും മിണ്ടിയില്ല, ഇങ്ങോട്ട് പറയാം, ഒരു ചേച്ചിയാണ്, മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാണ്, മോള് ചെറുപ്പമാണ്, നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടില്ല, ഞാൻ സ്മൈല്, ചിരിക്കുന്ന സ്മൈല്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും പ്രതികരണം. കാരണം ഞാനത് എല്ലായിടത്തും പറയുന്നില്ല, നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലും. പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് വേറൊരു ജീവിതം വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല, ആഗ്രഹവും ഇല്ല ഇന്ന് വരെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിക്കുക അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സുധിച്ചേട്ടൻ എത്രമാത്രം സന്തോഷവാനായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 14 വർഷം കൂടി ഉണ്ടാകുന്ന കുഞ്ഞല്ലേ. അപ്പം അതിൽ സുധിച്ചേട്ടനെക്കാളും എനിക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് കിച്ചുവിലാണ്. അവന്റെ അനിയൻ തന്നെയായിരുന്നു അവൻ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അവൻ അനിയൻ എന്നാ പറയുന്നത്. എനിക്ക് അനിയനെ മതി എന്നായിരുന്നു മുമ്പ്. അവൻ അന്ന് കുഞ്ഞാണ്, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏജാണ്. അനിയനെ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അങ്ങനെയാണ് അന്നും പറയുന്നത്. ഈ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അധികം നന്നായി ഇമിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു താരമായിരുന്നു ജഗദീഷ് ചേട്ടൻ. അതുപോലെ എല്ലാ ഫിഗറുകളും അദ്ദേഹത്തിന് അടുപ്പത്തിൽ അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മികച്ച പ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫൈൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും രേണു അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ സ്റ്റേജുകളിലൊക്കെ നേരിട്ട് കണ്ടത് എനിക്ക് ഇഷ്ടമായിരുന്നു. ജഗദീഷ് ചേട്ടൻ കാണിക്ക് തന്നെയാണ് കേട്ടോ ഇഷ്ടം. കൊക്കും പൂഞ്ചിറകും എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ടിട്ട് ആള് തിരിഞ്ഞിങ്ങനെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ജഗദീഷ് ചേട്ടനാവും പെട്ടെന്ന്. എന്നിട്ടിങ്ങനെ നടത്തവും അത് ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ഞാൻ തന്നെ അതിശയിച്ചിരുന്നു പോകും. അതുപോലെ കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി മരിച്ചു കഴിഞ്ഞു, മരണശേഷം ഇറങ്ങി. അസാധ്യ പെർഫോമൻസ് ആയിരുന്നു ആള് എന്താ പറയുക, അത് കണ്ണ് നിറയാതെ കാണാൻ പറ്റത്തില്ല. കാരണം ആളില്ലല്ലോ. അത് ഭയങ്കര പക്ക നല്ല രീതിയിലായിരുന്നു ആള് ചെയ്തത്. ആ സിനിമ സെൻറ്റി ക്യാരക്ടറും ഉണ്ടായിരുന്നു. ഭയങ്കരമായിരുന്നു കേട്ടോ ആ സിനിമ. പക്ഷേ നിർഭാഗ്യവശാൽ ആളില്ലാതായി കഴിഞ്ഞപ്പോഴാണ് അത് ഇറങ്ങിയത്. അപ്പം
രേണുവിന് സിനിമാ മോഹങ്ങളൊക്കെ എന്താ? എനിക്ക് സിനിമ മോഹങ്ങളായിട്ടില്ല, നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ മോഹങ്ങളോ അങ്ങനെ അഭിനയിക്കണമെന്നുള്ള ആ മോഹം. ഇപ്പം നാടകത്തിലുണ്ടല്ലോ, അപ്പം അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ വിളിച്ചാൽ നമ്മൾ ചെയ്യും. ഒരു സിനിമയുടെ ടൈറ്റിൽ ഷൂട്ട് നമ്മൾ ചെയ്തായിരുന്നു. അത് കൊല്ലം മണികെട്ടമ്പലത്തിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. പ്രശാന്ത് വൻമന എന്ന് പറഞ്ഞ ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. അവരാണ് നേത്ര കാസ്റ്റ് എന്ന് പറയുന്നത്, അവരാണ് വിളിച്ചത്. ഒരു ചെറിയ സിനിമയാണ്. അതിൻ്റെ ടൈറ്റിൽ ഷൂട്ട് അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു മണികെട്ടമ്പലത്തിൽ. അന്ന് ഒരു 5-8 മാസം പുറകിലോട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. ബാക്കി അവർ ഷൂട്ട് നടക്കും വിളിക്കാമെന്ന് പറഞ്ഞു. അതിപ്പോൾ കുറച്ച് നാളായിട്ട് ഡ്രോപ്പായിട്ടിരിക്കുകയാണ്. ഈ ഇന്റർവ്യൂകൾക്ക് കണ്ടതിന് ശേഷം ഈ സാധാരണ ആളുകളിലേക്കും കൂടി രേണു എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സുധിയുടെ വൈഫ് എന്നുള്ള ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സാധാരണക്കാര് കാരണം സുധിച്ചേട്ടൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ചേട്ടൻ സാധാരണക്കാരനായിരുന്നു. ഞാനൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ സാധാരണക്കാരി ഒരാളാണ് സുധിച്ചേട്ടൻ്റെ വൈഫ്. ഇപ്പോഴും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എപ്പോഴും. ഈ ആളുകൾ നേരിട്ട് കണ്ട് തിരിച്ചറിയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അത് നേരിട്ട് കണ്ട് തിരിച്ചറിയുമ്പോൾ ആദ്യം പറയുന്നേ ഇത് തന്നെയാണോ ആ കുട്ടി, കാരണം അതില് TV-യിൽ കാണുന്ന പോലല്ല, കുറച്ച് കുഞ്ഞതാണെന്നൊക്കെ പറയാറുണ്ട്. ഒത്തിരി പേരും അത് പറയാം. ഇച്ചിരിയേ ഉള്ളല്ലോ, ചുമ്മാ അല്ല സുധിച്ചേട്ടൻ വാവക്കോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ, അതിൽ കാണുന്നതിനേക്കാളും ഏജ് കുറവാ, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അടി വന്ന് വരും പിന്നെ ചുമ്മാ അമ്മച്ചി ഇതൊക്കെ പറഞ്ഞ് കമന്റ് വരുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, നേരിട്ട് കാണുന്നവർ പറയുന്നതാണ് കുഞ്ഞതാണ് എന്നൊക്കെ പറയാറുണ്ട്.